ഇങ്ങനെ വന്നു സഞ്ജു? കെമിസ്ട്രി ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ യുവാനിയസ് കോളേജിന്റെ ക്യാൻറ്റീനിൽ വെച്ചാണ്. അതെ, അവിടെ വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡിന്റെ ഇടയ്ക്ക് വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡ് അല്ലേ, ഞാനന്ന് ചീറ്റ് മീലിനാണ് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കും. പഴം പൊരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാരുലത അവിടെ എത്തുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ നിപ്പുണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ പഴംപൊരിയൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ നടന്നു പോയി. ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടുണ്ട് ഓഡിറ്റോറിയമിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ, അങ്ങനെ ഇടയ്ക്കിടെ കാണാറുണ്ട്. ചാരുലത മനസ്സിൽ പതിഞ്ഞത് എപ്പോഴാണ് സഞ്ജു? പതിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല്, അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയി. ഒരു ദിവസം കോളേജിൽ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ കഴിഞ്ഞ് റൂമിലെത്തി ഫേസ്ബുക്ക് എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നു. ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നു. അപ്പം ഞാനത് പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോൾ അതിൽ ചാരുലത ഉണ്ട്, ഫോട്ടോ DP ആയിട്ട്, പ്രൊഫൈൽ പിക്ചറായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ആരാണ് കൂടെ നിൽക്കുന്നത്, എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ പറഞ്ഞ് ചാരുലത എന്നാണ് പേര്, വയനസിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ കുട്ടിയെ ഞാൻ ക്യാൻറ്റീൻ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ, ചാരുലതയ്ക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഒരു പഴം പൊരിച്ചതുണ്ടാക്കിയ ഒരു സ്നേഹബന്ധം അല്ലേ? സഞ്ജു ചാരുലതയുടെ സുഹൃത്തുക്കളെയൊക്കെ പാട്ടിലാക്കിയ അവരൊക്കെ ഇപ്പൊ സഞ്ജുവിന്റെ ആരാധകരായി മാറി. അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമല്ലേ, ആദ്യം അതായിരുന്നു. അവരൊക്കെയാണ് പിടിക്കേണ്ടത്. അതായത് ചാരുലതയെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ പിന്നെ ആ സൈന്യത്തെയാണ് നമ്മുടെ കൂടെ നിർത്തുന്നത്. ഇതൊക്കെ ആര് പറഞ്ഞു സഞ്ജു? ഇതിനൊന്നും ആരും ഒരു കഴിവുണ്ട്, എനിക്ക് എല്ലാവർക്കും ഉള്ള ഒരു കഴിവാണ്, നൈസർഗികമായി വന്നതാണ്. വരട്ടെ. എൻ്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഇൻ എനി റിലേഷൻഷിപ്പ് ഫോർ ദാറ്റ് മാറ്റർ, if it's a friendship, a love relationship, or a married life, there is this union of imperfection that's happening. So, in your case, this question is for both of you. Which is that perfect imperfection that keeps your bond alive? Thank you. All the very best. എൻ്റെ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനത്തെ ചാരുമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തായിരുന്നു ആദ്യം പറഞ്ഞത്. ഷെയർ ചെയ്തു. ആ കുട്ടിയോടാണ് ഷെയർ ചെയ്തത്. ആ കുട്ടി പോയിട്ട് ചാരുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല. ഞാനല്ല ആദ്യം പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു മൂപ്പർ? ഹാപ്പി ഫോർ യു, ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരത്തിന്റെ കംപ്ലീറ്റ് അല്ലേ? ഇപ്പൊ ചോദ്യം ചോദിച്ചപ്പോഴും ചില സാധനങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. മനസ്സിലാവാറില്ല. ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് വലിയ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഞാൻ അർത്ഥമൊക്കെ ചോദിക്കാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർത്ഥം കുറച്ച് പാടാണ് കൈകാര്യം. പെർഫെക്ഷനിൽ അല്ല റൊമാൻസ് കാണുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള സ്വാമ്യമല്ല, സാമ്യമില്ലായ്മ, പൊരുത്തമില്ലായ്മ, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ എന്തായിരിക്കും നമ്മൾ തമ്മിൽ? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന്, ഒരു വലിയ ഡിസിഷൻ ആയാലും ചെറുതായാലും ഞാൻ പെട്ടെന്ന് അങ്ങ് എൻ്റെ ഫീലിനനുസരിച്ച് ഡിസിഷൻ എടുക്കും. പക്ഷെ ചാരുലത എന്ന് വെച്ചാൽ ആ സെയിം ഡിസിഷൻ ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസമൊക്കെ ആലോചിച്ച് അതിൻ്റെ എല്ലാ സൈഡും നോക്കി. ചാരുലത ഒരു തിങ്കറാണ്. അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ച്, അത് സോക്രട്ടീസിന്റെ പ്ലേറ്റോടെ ഗണത്തിൽപ്പെടുത്താവുന്ന അതല്ലേ നമ്മൾ തമ്മിൽ. അങ്ങനെ എനിക്ക് അതാണ് തോന്നുന്നത്. അതായത് ഇപ്പൊ സഞ്ജു ഇൻസ്റ്റന്റ് ആണ്, ഡിസിഷൻ എടുക്കേണ്ടതാണെന്ന് അപ്പോൾ എടുക്കും. അല്ലാതെ ഒരുപാട് പ്രാവശ്യം മനസ്സിന് ഇങ്ങനെ കണക്കൂട്ടി അതൊന്നും ചെയ്യില്ല. ചാരുലത കംപ്ലീറ്റ് മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് അതാണ്. അപ്പൊ യഥാർത്ഥം നിങ്ങൾക്കിടയിൽ ആ പൊരുത്തമില്ലായ്മയാണ് വലിയ പൊരുത്തം. രണ്ടുപേരും ഫാസ്റ്റ് ആണെങ്കിൽ അടി അപ്പ പൊട്ടി. അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സത്യം. അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ഒക്കെ ചെയ്യുമ്പോൾ ആ രീതിയിലും ചിന്തിച്ച് എൻ്റെ അടുത്ത് വരുമ്പോഴും അപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ. പിന്നെ ഇത്രയും 2 ദിവസമൊക്കെ എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കും. അപ്പോൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണത്. സഞ്ജുവിനെ ഒന്ന് ജാഗ്രതപ്പെടുത്തുന്നതിൽ ചാരുലതയ്ക്ക് ഒരു പങ്കുണ്ട് ഇപ്പോൾ അല്ലേ? ഈ അടുത്ത കാലത്ത് സഞ്ജുവിന് ചാടിക്കേറി ഒരു കാര്യം ചെയ്യുന്നതെന്ന് ചാരുലത വിലക്കിയതാണ്. വിലക്കിയിട്ടൊന്നുമില്ല, ഞാനൊരു അഭിപ്രായം പറയത്തില്ല. അല്ല, ഓരോന്ന് ചോദിക്കുമ്പോ ഒരു അഭിപ്രായം പറയും. അതിപ്പം അങ്ങനെ വേണ്ട, ഇങ്ങനെ കൊള്ളായിരിക്കും എന്നൊക്കെ പറയും. അല്ലാതെ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓ ശരി, വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആണോ? മൃദുഭാഷിയാണോ? പിന്നെ ഭയങ്കര